സോളാർ ഉൾപ്പെടെയുള്ള പാരമ്പര്യേതര വൈദ്യുതി ഉൽപ്പാദകർക്ക് തിരിച്ചടി. ഉൽപ്പാദിപ്പിക്കുന്ന പാരമ്പര്യേതര വൈദ്യുതിക്ക് കുറഞ്ഞ നിരക്കും KSEBിയിലൂടെ ലഭിക്കുന്ന വൈദ്യുതിക്ക് താരിഫ് പ്രകാരവും തുക ഈടാക്കുന്ന നെറ്റ് ബില്ലിംഗ് സംവിധാനം നടപ്പാക്കാനാണ് ശുപാർശ. പാരമ്പര്യേതര ഊർജ്ജം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ ചട്ടത്തിന്റെ കരടിലാണ് നിർദ്ദേശമുള്ളത്. സോളാർ ഉൾപ്പെടെയുള്ള പാരമ്പര്യേതര വൈദ്യുതി ഉൽപ്പാദനത്തിൽ മുൻപ് നെറ്റ് മീറ്ററിംഗ് സംവിധാനമായിരുന്നു നടപ്പാക്കിയിരുന്നത്. ഉപഭോക്താവ് ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്നും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് KSEB ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയും കിഴിച്ച് ബാക്കിയുള്ള യൂണിറ്റ് വൈദ്യുതിക്ക് മാത്രമാണ് നെറ്റ് മീറ്ററിംഗ് പ്രകാരം ബില്ലടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചെറിയ നിരക്ക് സ്ലാബ് അനുസരിച്ചുള്ള ബിൽ തുകയാകും വരിക. എന്നാൽ നെറ്റ് ബില്ലിംഗ് സംവിധാനത്തിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിക്കും ഉപയോഗിച്ച വൈദ്യുതിക്കും പ്രത്യേകമാകും ബില്ല് ചെയ്യുക. ഇതാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ പാരമ്പര്യേതര വൈദ്യുതി വാങ്ങലുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ കരടിൽ പറയുന്നത്. ഇതനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പ്രത്യേക നിരക്ക് നിശ്ചയിക്കും. പാരമ്പര്യേതര വൈദ്യുതി ആയതിനാൽ സാധാരണ നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കായിരിക്കും ഇത്. ഒപ്പം ഉപയോഗിച്ച വൈദ്യുതിക്കാകട്ടെ ഉയർന്ന നിരക്ക് സ്ലാബിൽ ബില്ല് ഈടാക്കുകയും ചെയ്യും. ഇതോടെ ഉപഭോക്താവിന് അധിക ചെലവ് വഹിക്കേണ്ടി വരും. ഉപഭോഗം കുറഞ്ഞ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഉപഭോഗം ഉയർന്നു നിൽക്കുന്ന രാത്രി ഈടാക്കുന്ന അതേ തുക നൽകുന്നത് അശാസ്ത്രീയമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. പൊതു തെളിവെടുപ്പിന് ശേഷമാകും അന്തിമ തീരുമാനം. ഉപഭോക്താക്കൾക്ക് നഷ്ടം വരുന്ന നീക്കമായതിനാൽ നിർദ്ദേശത്തിനെതിരെ എതിർപ്പുയരാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.